ഹലോ, വെൽക്കം ബാക്ക് ടു റിഷ്യൂസ് ടോപ്പിയ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരുപാട് നാളായിട്ട് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി വെച്ച വീഡിയോ ആണ്. പക്ഷേ ഇത് എഡിറ്റ് ചെയ്തിട്ട് ഇടാന്ന് പറയുന്നത് അത്ര ഈസിയുള്ള പണിയല്ല. ഷൂട്ട് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും ഒക്കെ കുറച്ച് പണിയാണല്ലോ. അപ്പോൾ ഫൈനലി ഞാനിതിപ്പം പാട്ടായിട്ട് എഡിറ്റ് ചെയ്തിട്ട് ഇടാം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. 2 പേർക്ക് വേണ്ടിയിട്ട് നമ്മൾ പർച്ചേസ് ചെയ്ത സാധനങ്ങളാണ്. കാർഗോ ഓൾറെഡി സെൻഡ് ചെയ്തിട്ടുണ്ട്. ഫൈനലി എല്ലാ സാധനങ്ങളും കിട്ടിയതിന് ശേഷമാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇത് അറൗണ്ട് ഒരു 3-3:30 മണിയായിരുന്നു പാതിരാക്ക്. അങ്ങനെ നല്ല എഫേർട്ട് ഉണ്ടായിരുന്നു കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഹൗസ് വാമിങ്ങിന് വേണ്ടിയിട്ടുള്ള പർച്ചേസ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അറിയാലോ, ലേഡീസ് എല്ലാത്തിലും ഭയങ്കര സ്പെസിഫൈഡ് ആയിരിക്കും. അപ്പം ഓരോ സാധനങ്ങൾ സെലക്ട് ചെയ്യുമ്പോഴും അതിൻ്റെ ഭയങ്കര എഫേർട്ട് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഓൺലൈൻ പർച്ചേസ് ചെയ്യുന്നത്. ഇപ്പോൾ എൻ്റെ ഫ്രണ്ട് നാട്ടിൽ നിന്നാണ് കേട്ടോ പർച്ചേസ് ചെയ്യുന്നത്. അപ്പം ഓരോ സാധനങ്ങൾ സെലക്ട് ചെയ്യുമ്പോഴും അതിൻ്റെ ലിറ്ററും സെൻറ്റിമീറ്ററും ഒക്കെ നോക്കിയിട്ട് വേണമല്ലോ പർച്ചേസ് ചെയ്യാൻ. 2 പേർക്ക് വേണ്ടിയിട്ടായിരുന്നു പർച്ചേസ് ചെയ്തിട്ടുണ്ടായില്ല. അതിലൊരാൾക്ക് 2 കുക്ക് വെയർ സെറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. ഒന്ന് ടർക്കിഷ് മെയ്ഡായിട്ടുള്ള കുക്ക് വെയർ സെറ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു നല്ല ഭംഗിയുണ്ട് കേട്ടോ നേരിട്ട് കാണാൻ വേണ്ടിയിട്ട്. ഫോട്ടോയിൽ കാണുന്നത് പോലെയല്ല. പിന്നെ ഞാനത് ഓപ്പൺ ആക്കിയിട്ടില്ല പ്രോപ്പറായിട്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെനിക്ക് നാട്ടിലേക്ക് സെൻഡ് ചെയ്യണ്ടല്ലേ. അപ്പോൾ നല്ല പാക്കിങ്ങിൽ തന്നെ നാട്ടിലേക്ക് എത്തിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാനത് ടോട്ടലി ഓപ്പൺ ആക്കിയിട്ടില്ല. നെക്സ്റ്റ് കാണിക്കാൻ പോകുന്നത് നിങ്ങൾ എൻ്റെ റീലിൽ കണ്ടിനോന്ന് അറിയില്ല, അടിപൊളി പ്രൊഡക്റ്റാണ്. ഗ്രാനൈറ്റിൻ്റെ പാൻ സെറ്റാട്ടോ. 6 പീസസ് വരുന്ന. അപ്പോൾ ഒന്ന് ലാർജ് ഉണ്ട്, ഒന്ന് മീഡിയം, പിന്നെ സ്മോളായിട്ട്. നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റ് ആട്ടോ. എൻ്റെ കസിനായിരുന്നു എനിക്കിത് റെക്കമെൻഡ് ചെയ്തത്. അപ്പോൾ ഞാനിതൊന്ന് വാങ്ങിച്ച് നോക്കുമ്പോൾ കേൾക്കില്ല, സൂപ്പറിനെ റെഗുലറായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ ഈ ഒരു പാത്രം. പിന്നെ നമുക്കിപ്പോൾ ഫ്രൈ ആക്കാൻ ചിക്കന് ഫിഷൊക്കെ കുറച്ച് ഫ്രൈ ആക്കാനും, അതുപോലെ മസാലാസ് ഉണ്ടാക്കാൻ, അതുപോലെ എന്തെങ്കിലും കുറച്ച് ഐറ്റംസ് ചൂടാക്കാൻ, അങ്ങനെ എന്തിനും നമുക്കിത് എടുക്കാൻ പറ്റും. നല്ല അടിപൊളിയാട്ടോ. അങ്ങനെ സ്റ്റിക്കി ഒന്നല്ല. അഥവാ എന്തെങ്കിലും അതിൽ സ്റ്റിക്കായിനെങ്കിൽ നിങ്ങൾ കുറച്ച് വിനേഗറും പിന്നെ ഡിഷ് വാഷും ഇട്ടിട്ട് ജസ്റ്റ് കുറച്ച് സമയം വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കുക. പിന്നെ അത് നമ്മൾ വാഷ് ചെയ്യുമ്പം അത് ഈസി ആയിട്ട് പോയിക്കോളൂ കേട്ടോ. നെക്സ്റ്റ് കാണിക്കാൻ പോകുന്നത് ട്രെൻഡോളിലൂടെ വാങ്ങിച്ച ഹോം ബോക്സ് പ്രൊഡക്റ്റ്സ് ആട്ടോ. ഇതൊരു ഓർഗനൈസറായിട്ടോ അല്ലെങ്കിൽ വേസ്റ്റ് പിന്നായിട്ടോ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് കാണിക്കുന്നത് ഹോം ബോക്സിൻ്റെ ചിപ്പ് ആൻഡ് ഡിപ്പ് സെറ്റാണ്. ഇത് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ചിപ്സോ അല്ലെങ്കിൽ സ്നാക്സോ അടിപൊളിയായിട്ട് സെർവ് ചെയ്യാൻ പറ്റും. അതുപോലെ ഇതും അടിപൊളിയാട്ടോ. ഇത് നമുക്ക് വേണമെങ്കിൽ മസാല ദോശ ചട്നിയൊക്കെ ആയിട്ട്, അല്ലെങ്കിൽ ചിക്കനൊക്കെ ഫ്രൈ ആക്കിയിട്ട്, അങ്ങനെ എന്തൊക്കെയോ പല സാധനങ്ങൾ നമുക്കിതിൽ അടിപൊളിയായിട്ട് സെർവ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ഹോം ബോക്സ് പ്രോഡക്റ്റ്സ് ട്രെൻഡിയോയിലൂടെ വാങ്ങിക്കുന്നെങ്കിൽ സൂപ്പർ ഡിസ്കൗണ്ടാണ്. റമദാൻ ടൈമൊക്കെ അടിപൊളി ഡിസ്കൗണ്ടായിരുന്നു കേട്ടോ. ഞാൻ റീൽസായിട്ടും സ്റ്റോറി ആയിട്ടും ഒക്കെ കുറേ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം 40% എക്സ്ട്രാ ഡിസ്കൗണ്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് മാത്രമല്ല, IMS എന്ന് പറഞ്ഞ കോഡും കൂടി അപ്ലൈ ചെയ്തതിനാൽ ടോട്ടൽ ഡിസ്കൗണ്ടിൻ്റെ മേലെ വേറൊരു ഡിസ്കൗണ്ടും കൂടി കിട്ടും. നെക്സ്റ്റ് കാണിക്കുന്നത് ഒരു പ്ലാറ്ററാണ്. ഇവരിലെ ബ്രേക്ക്ഫാസ്റ്റ് സെറ്റായിട്ട് എടുത്തിട്ടില്ലായിരുന്നു. ഇവർ ഓരോ പ്ലാറ്ററും സെപ്പറേറ്റ് ആയിട്ടായിരുന്നു ചൂസ് ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ ഫുഡ് സെർവ് ചെയ്യാൻ അല്ലെങ്കിൽ സ്നാക്സ് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത ഒരു പ്ലാറ്ററാണിത്. നെക്സ്റ്റ് കാണിക്കുന്നത് സോൾട്ട് ആൻഡ് പെപ്പർ ഷേക്കറാട്ടോ. അപ്പം ഇതും ഹോം ബോക്സിൻ്റെ ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്. അതുപോലെ ഹോം ബോക്സിൻ്റെ ഒരു ക്യൂട്ട് ആൻഡ് സിമ്പിളായിട്ടുള്ളൊരു ഓയിൽ ഡിസ്പെൻസറാണിത്. പിന്നെ അതുപോലെ ഹോം ബോക്സിൻ്റെ മഗ്സാണ്. ഇത് സെപ്പറേറ്റ് ആയിട്ട് പർച്ചേസ് ചെയ്താണ്, സെറ്റായിട്ട് വരുന്നതല്ല കേട്ടോ. നെക്സ്റ്റ് ഇതാ ഡെസേർട്ട്സൊക്കെ സെർവ് ചെയ്യാനോ അല്ലെങ്കിൽ സ്റ്റൈൽ ചെയ്യാനോ വെക്കുന്ന കുഞ്ഞു ബോൾസാണ്. നെക്സ്റ്റ് ഇതാ ഫുഡൊക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന ഹോം ബോക്സിൻ്റെ പ്ലാറ്റേഴ്സാണ്. ഇത് 2 സൈസിലായിട്ടോ വരുന്നത്. അപ്പോൾ ഇതൊരു ട്രേൻ്റെ ഷേപ്പിലാണ് വരുന്നത്, ഒരു ബാസ്ക്കറ്റ് ട്രേ ആയൊരു കോമ്പിനേഷനിൽ. അപ്പോൾ ഇവർ 2 സൈസായിട്ട് ചൂസ് ചെയ്താണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇവർ സെപ്പറേറ്റ് ആയിട്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റ് സെറ്റ് എടുത്തിട്ടില്ലായിരുന്നു. നമുക്ക് ഈ ട്രെൻഡുകളിൽ കാണുന്ന ബ്രേക്ക്ഫാസ്റ്റ് സെറ്റിലെ സ്നാക്സൊക്കെ സെർവ് ചെയ്യാൻ അടിപൊളിയാണ്. അപ്പോൾ ഇവർ ആ ഒരു സെറ്റ് എടുക്കാതെ സെപ്പറേറ്റ് ആയിട്ട് പ്ലാറ്റേഴ്സ് ആയിരുന്നു ചൂസ് ചെയ്തിട്ടുണ്ടായത്. കാരണം ഇവർ ഓൾറെഡി ഡിന്നർ സെറ്റൊക്കെ ഓൾറെഡി പർച്ചേസ് ചെയ്തതായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു ഡിന്നർ സെറ്റിൻ്റെ സൈഡിലൊക്കെ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ്ട്രാ പ്ലാറ്റേഴ്സ് മാത്രമേ ട്രെൻഡുകളിലൂടെ എടുത്തിട്ടുണ്ടായിട്ടുള്ളൂ. പിന്നെ ഇതാ ഒരു ഓർഗനൈസറാണ്. ഇത് നമുക്ക് ഷോളോ അല്ലെങ്കിൽ കിച്ചണിൽ തന്നെ ഒരുപാട് നമുക്ക് ടവൽസ് ഉണ്ടാവില്ലേ ക്ലീനിങ്ങിനൊക്കെ.
അപ്പോൾ അതൊക്കെ നമുക്ക് പ്രോപ്പറായിട്ട് ഓർഗനൈസ് ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ ഇതാ ഫുഡൊക്കെ നമുക്ക് ജസ്റ്റ് ക്ലോസ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ലിഡാണ്. ഇത് അറൗണ്ട് 2 ദിറംസിനാണ്ടോ കിട്ടിയ കേട്ടോ. നെക്സ്റ്റ് ഇതാ സാലഡ് സ്പിന്നറാണ്. നമുക്കിത് ഫ്രൂട്ട്സോ അല്ലെങ്കിൽ വെജിറ്റബിൾസോ നമുക്ക് ഡ്രൈ ആയി കിട്ടാൻ വേണ്ടിയിട്ട്, വാഷ് ചെയ്ത് ഡ്രൈ ആയി കിട്ടാൻ വേണ്ടിയിട്ട് അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ്. നെക്സ്റ്റ് വരുന്നത് ഒരു ലാൻഡേൺ ആണ്. നമുക്ക് ക്യാൻഡിൽ യൂസ് ചെയ്തിട്ട് സ്റ്റൈൽ ചെയ്യാനൊക്കെ വെക്കാൻ പറ്റുന്നൊരു അടിപൊളി ലാൻഡേൺ ആണ്. പിന്നെ ഇതാ ക്ലോത്ത് ഡ്രൈയിങ് റാക്കാണ്. ഇത് ഹാങ് ചെയ്തിട്ട് നമുക്ക് കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ ഡ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഹാങ്ങറാണ്. നെക്സ്റ്റ് ഇതാ ഹോം ബോക്സിൻ്റെ ഡിഷ് വാഷ് ഡിസ്പെൻസറാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു കാറ്റഗറിയിൽ എന്തെങ്കിലും കാര്യമായിട്ട് പുതിയ എന്തെങ്കിലും ഡിസൈൻ ഉണ്ടോ എന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. നമുക്ക് കാര്യമായിട്ടൊന്നും ഇഷ്ടപ്പെട്ടൊന്നും കിട്ടിയിട്ടില്ല. തൽക്കാലം ഇത് ചൂസ് ചെയ്യാമെന്ന് വിചാരിച്ച്. നെക്സ്റ്റ് ഇതാ നമുക്ക് ഫ്രിഡ്ജിലോ അല്ലെങ്കിൽ ഷെൽഫിലൊക്കെ വെക്കാൻ പറ്റുന്ന ഹാൻഡിൽ വരുന്ന ബാസ്ക്കറ്റാട്ടോ. പിന്നെ ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് കിച്ചണിൽ ഹാങ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതിൽ നമുക്ക് എന്തെങ്കിലും സ്പൂൺ സെറ്റോ എന്തെങ്കിലും നല്ല ഡിസൈനുള്ള സാധനങ്ങൾ നമുക്കതിൽ ഷോക്കേസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതാ ഹോം ബോക്സിൻ്റെ കണ്ടെയ്നേഴ്സാണ്. ഫ്രിഡ്ജിലൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന കുഞ്ഞു കുഞ്ഞു കണ്ടെയ്നേഴ്സാണ്. നെക്സ്റ്റ് ഇതാ സിലിക്കോണിൻ്റെ ഓംലെറ്റ് മേക്കറാണ്. അതുപോലെ ബോട്ടിലൊക്കെ ക്ലീൻ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ബ്രഷസാണ്. ഇതിൻ്റെ വേറെ ഡിസൈൻസും ഉണ്ട് കേട്ടോ ആപ്പിൽ. അതുപോലെ ഇതാ 2 ക്ലീനിങ് ബ്രഷസാണ്. പിന്നെ ഗ്ലൗസ് ഉണ്ട്. നെക്സ്റ്റ് ഒരു ബാസ്ക്കറ്റാണ്. നമുക്ക് ഫ്രൂട്ട്സൊക്കെ സ്റ്റൈൽ ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു ബാസ്ക്കറ്റാണ്. പിന്നെ ഇതാ വീണ്ടും ഒരു ക്ലീനിങ് ബ്രഷാണ്. നമുക്ക് ജസ്റ്റ് പൊടികളൊക്കെ ജസ്റ്റ് ഒന്ന് ഡസ്റ്റ് ഓഫ് ചെയ്യാൻ പറ്റുന്ന അതുപോലെ ഒരു ബീക്കറാണ്. പിന്നെ വരുന്നത് കുറച്ച് ക്ലീനിങ് സ്പഞ്ചസാണ്. പിന്നെ വീണ്ടും കുറച്ച് ബോക്സസാണ്, സ്റ്റോറേജ് ബോക്സസാണ്. പിന്നെ ഇതാ നമുക്ക് ക്ലീനിങ്ങിന് യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി സ്പ്രേ ബോട്ടിലാണ്. വൈപ്പറും പിന്നെ ക്ലോത്തൊക്കെ എല്ലാം വരുന്നൊരു സ്പ്രേ ബോട്ടിലാട്ടോ ഇത്. പിന്നെ ഇതാ മെഷറിങ് സ്പൂൺസ് ഉണ്ട്. പിന്നെ ഇതാ കിഡ്സിൻ്റെ ഡ്രസ്സൊക്കെ ഹാങ് ചെയ്യാൻ പറ്റുന്ന ക്യൂട്ടായിട്ടുള്ള ഹാങ്ങേഴ്സാണ് കേട്ടോ. അപ്പോൾ ഇത് ഹോം ബോക്സിൻ്റെ പ്രോഡക്റ്റ് തന്നെയാണ്. ട്രെൻഡിയോളൂടെ ചെറിയ റേറ്റിനാണ് നിങ്ങൾക്കിത് കിട്ടുന്നത്. നെക്സ്റ്റ് ഒരു ആൻറ്റി സ്ലിപ്പ് മാറ്റാണ്. ഇത് നിങ്ങൾക്ക് ടേബിളിൻ്റെ മുകളിലോ അല്ലെങ്കിൽ ഫ്ലോറിലോ നിങ്ങൾക്കിത് പ്ലേസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ സപ്പോസ് ഇപ്പോൾ ലാപ്ടോപ്പൊക്കെ യൂസ് ചെയ്യുന്നവർ ടേബിളിൻ്റെ മുകളിൽ നിന്ന് സ്ലിപ്പായി വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ഇതാ ഒരു ഗാർലിക് ജിഞ്ചർ എന്താ പറയുക ക്രഷ് ചെയ്യുന്നൊരു ചെറിയൊരു സാധനം കേട്ടോ. ഇത് വീണ്ടും പുഡിങ്ങോ അല്ലെങ്കിൽ ഡെസേർട്ട്സോ ഒക്കെ നമുക്ക് സെർവ് ചെയ്യാൻ പറ്റുന്ന ചെറിയൊരു ബൗളാട്ടോ. പിന്നെ ഇതാ സീലിംഗ് ക്ലിപ്സ്. നമ്മളെന്തെങ്കിലും പാക്കറ്റൊക്കെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് വേറൊരു ബോക്സിലേക്കൊന്നും മാറ്റാതെ ജസ്റ്റ് ഒന്ന് സീൽ ചെയ്ത് വെക്കാൻ പറ്റുന്ന ക്ലിപ്സാണ്. പിന്നെ ഇത് ഡിഷ് ഡ്രൈയിങ് മാറ്റാണ്. നമുക്ക് നമ്മുടെ കൗണ്ടർ ടോപ്പിൻ്റെ മുകളിൽ ഡിഷ് എന്തെങ്കിലും പാത്രങ്ങളൊക്കെ ഡ്രൈ ആക്കാൻ വേണ്ടിയിട്ട് വെക്കാൻ പറ്റും. അതുപോലെ വൈപ്പർ, അതുപോലെ ക്ലീനിങ് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് സ്പഞ്ചസാണ് കേട്ടോ. നെക്സ്റ്റ് ഇതാ ബാത്ത് സ്പഞ്ചാണ്. ഇത് നമുക്ക് യൂസ് ചെയ്യാനും പറ്റും. അതുപോലെ തന്നെ ബാത്റൂമിൽ നല്ലൊരു പോസിറ്റീവ് വൈബ് കൊണ്ടുവരുന്ന ഒരു ബാത്ത് സ്പഞ്ച് ആട്ടോ ഇത്. നെക്സ്റ്റ് ഇതാ കുറച്ച് കേർവ്ഡ് ആയിട്ടുള്ള ഒരു സിസറാണ്. ഇതും ഹോം ബോക്സിൻ്റെ പ്രോഡക്റ്റ് തന്നെയാണ് കേട്ടോ. നെക്സ്റ്റ് ഇതാ കോർക്കാണ്. നമുക്ക് ടേബിളിൻ്റെ മുകളിൽ പാത്രങ്ങളൊക്കെ വെക്കാൻ യൂസ് ചെയ്യുന്ന. നെക്സ്റ്റ് തെർമോ ആഡിൻ്റെ ഒരു ഗ്രിൽ പാൻ ആട്ടോ. ഇത് അടിപൊളി പാനാട്ടോ. നമുക്ക് ചിക്കനൊക്കെ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ക്വാളിറ്റി പാനാണ്. ഗ്രാനൈറ്റിൻ്റെ പാനാട്ടോ വരുന്നത്. അടിപൊളിയാണ്. അപ്പോൾ ഇത് ഒരു ഫ്ലാറ്റ് പാനും കൂടി വരുന്ന ഒരു സെറ്റാണ്. ഇത് നമുക്ക് കുറച്ചധികം ഫിഷോ അല്ലെങ്കിൽ ചിക്കനോ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ ഒരു ടാക്കിൻ്റെ പാനാണ്. ഇത് നമുക്ക് ദോശക്കോ അല്ലെങ്കിൽ പത്തിരിക്കോ എന്തിനും യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ഒരു ഹാൻഡിൽ വരുന്നുണ്ട്, അത് ഫിറ്റ് ചെയ്തിട്ടില്ല. നെക്സ്റ്റ് കാണിക്കുന്നത് ഒരു ബാഗാണ്. ജസ്റ്റ് പോളോൻ്റെ നല്ലൊരു ഷോൾഡർ ബാഗാട്ടോ. ട്രെൻഡിയോളിൽ ഒരുപാട് ബാഗ് കളക്ഷൻസ് ഉണ്ട് കേട്ടോ, നമുക്ക് കണ്ണെടുക്കാൻ പറ്റില്ല. നെക്സ്റ്റ് ഇതാ ഡ്രൈനേജ് ക്ലീനറാണ്. ഹോം ബോക്സിൻ്റെ പ്രോഡക്റ്റ് തന്നെയാണ് കേട്ടോ. നെക്സ്റ്റ് ഇതാ വുഡൻ ലുക്കിൽ വരുന്ന കുറച്ച് സ്പൂൺ സെറ്റാണ്. സ്കൂപ്പും പിസ്സ കട്ടറും പീലറ് ഗ്രേറ്റർ അങ്ങനെ അതിൻ്റെ ഒരു സെറ്റാട്ടോ വാങ്ങിച്ച്.
പിന്നെ ഇതാ കുറച്ച് ക്യൂട്ടായിട്ടുള്ള സെർവിങ് ബോൾസാണ്. നമുക്കിത് സെർവ് ചെയ്യാനും അതുപോലെ തന്നെ ബേക്ക് ചെയ്യാനും വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ഇതാ സ്റ്റീമറാണ്. റോയൽ ഫോർഡിൻ്റെ ഗ്രാനൈറ്റിൻ്റെ സ്റ്റീമറാട്ടോ വരുന്നത്. നല്ല ക്യൂട്ടുണ്ട് കേട്ടോ കാണാൻ. ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് സ്റ്റീമറായിട്ടും അതുപോലെ തന്നെ ഒരു ഗ്രാനൈറ്റിൻ്റെ പോട്ടായിട്ടും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഒരുപാട് പ്രോഡക്റ്റ്സ് ഉണ്ട് കേട്ടോ ട്രെൻഡുകളിൽ. ഒരുപാട് അടിപൊളി പ്രോഡക്റ്റ്സ് ഉണ്ട്. എപ്പോഴും അവരിങ്ങനെ പുതിയ പുതിയ പ്രോഡക്റ്റ്സ് ഇങ്ങനെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഷോപ്പ് ചെയ്യുമ്പം IMS എന്ന് പറഞ്ഞ കോഡ് യൂസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എക്സ്ട്രാ ഒരു 40 to 60% ഓഫ് കിട്ടും ഫസ്റ്റ് പർച്ചേസിൽ മാത്രമല്ല കേട്ടോ, ഓരോ പർച്ചേസിലും നിങ്ങൾക്ക് സൂപ്പർ ഡിസ്കൗണ്ട് തന്നെ ട്രെൻഡുകളിൽ പ്രോപ്പറായിട്ട് പർച്ചേസ് ചെയ്യണമെങ്കിൽ കിട്ടും കേട്ടോ. പിന്നെ ഇപ്പോൾ കാണിച്ച ഓരോ പ്രോഡക്റ്റിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചെക്കൗട്ട് ചെയ്തോക്ക് കേട്ടോ. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ വിചാരിക്കുന്നത്, കാരണം നല്ല ലെങ്തി ആയിപ്പോവും. അപ്പോൾ ഇതിൻ്റെ പാർട്ട് 2 മസ്റ്റായിട്ട് വാച്ച് ചെയ്യുക. അപ്പം ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യുക, ബെൽ ഐക്കൺ ഓൾസോ പ്രസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ഗുഡ് ബൈ.